ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എലിക്കാട്ടൂർ ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇവിടെ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെയും കയറുന്നത്. ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആയി കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഊഞ്ഞാലിട്ടേക്കുന്ന കണ്ടു. അപ്പോൾ കുഞ്ഞാറ്റി ആദ്യമൊക്കെ ഭയങ്കര ആവേശത്തിൽ ഊഞ്ഞാലാടി. കാരണം ഈ വർഷം നമ്മുടെ അവിടെ അങ്ങ് ഊഞ്ഞാലിട്ടില്ല കേട്ടോ. അക്കു ഊഞ്ഞാലാടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അക്കുവിന് ഊഞ്ഞാലാടുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷം. ഇങ്ങനെ അക്കുവിനെയും ഊഞ്ഞാലടിച്ചു. ഇവിടെ വന്നപ്പം അമ്പലം അടച്ചത് കാരണം നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ പ്രദക്ഷിണം വെക്കാം. ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അമ്പലം പ്രദക്ഷിണം വെക്കുന്ന ആ ഭാഗവും എല്ലാം അടച്ചിട്ടേക്കുകയാണ്. 10 മണിയൊക്കെ സമയത്ത് അടയ്ക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത് കാരണമായിരിക്കും അമ്പലം നേരത്തെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കുന്നതിനിപ്പം അമ്പലം അടച്ചാലും വിഷയമൊന്നുമില്ലല്ലോ. എന്തായാലും ഞങ്ങൾ വന്നു, ഞങ്ങൾ തൊഴുതിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും തൊഴുകാൻ ഞങ്ങൾ കയറി, എല്ലായിടവും തൊഴുതു. തിരിച്ച് വന്നപ്പോൾ ഒരു വലിയ രാല് കണ്ടു. അവിടെയൊക്കെ ഒന്ന് നോക്കി. വീണ്ടും ആക്കു ഊഞ്ഞാലാടുന്ന കാണുമ്പോൾ സന്തോഷത്തിലെത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് അമ്പലത്തിൻ്റെ തന്നെ ഒരു കാവുണ്ട്, അവിടെയും കൂടെ കയറിയിട്ട് പോവാം. ഇവിടെയും ആളനക്കൊന്നുമില്ല, ആരുമില്ല, നമുക്ക് ഉറപ്പാണ്. എന്തായാലും നമ്മൾ വന്നു, തൊഴുതിട്ട് പോകണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ നമ്മൾ തൊഴുതു, പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് കൈതത്തോട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.